ഒരുപാട് സന്തോഷവും സമാധാനവും എല്ലാം കൂടെ നിറഞ്ഞൊരു ദിവസമാട്ടോ ഇന്ന് ജനുവരി 26 ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് നാളായില്ലേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗ് ആയാലോ. നമുക്ക് ആദ്യം തുണികൾ മടക്കി വെച്ചിട്ട് തന്നെ ഇന്ന് പരിപാടിയൊക്കെ തുടങ്ങാം. തുണികൾ ഒരുപാട് മടക്കാണ്ടായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് അതിൻ്റെ പിന്നാലെ ഒക്കെ ഒതുക്കി പറക്കി വെച്ച് സെറ്റാക്കിയിട്ട് ഇതങ്ങനെ നല്ല നീറ്റായിട്ട് കിടക്കണം കാണുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പം ഞാൻ അതാ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. കാണാൻ നല്ല ചുരുക്കുണ്ട്. എത്ര ദിവസത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നൊന്നും നമുക്കറിയത്തില്ല. മക്കൾസ് അലമാര തുറന്ന് വലിച്ചിടുന്നവരേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതാ ഒക്കെ ഒതുക്കി പറക്കിയൊക്കെ അതാത് സ്ഥാനത്തൊക്കെ വെച്ച് അത് തുണികൾ ഒതുങ്ങിക്കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു കേട്ടോ വീട്ടിൽ. സത്യമായിട്ടും കാരണം നമ്മൾ അലക്കി ഇതാക്കി കൊണ്ട് അവിടെ ഇട്ടു. പിന്നെ സമയം കിട്ടുമ്പോൾ ഒക്കെ മടക്കിക്കുന്നു. പിന്നെ അതിനായിട്ട് തന്നെ അങ്ങോട്ട് ഇരുന്നു. ചേട്ടനും കൊണ്ട് അടിപിടി കൂടാനുള്ള പരിപാടിയിലാണ്. അച്ഛൻ കുറച്ച് നേരമൊക്കെ ഫോണിപ്പോൾ കാണാൻ കൊടുക്കാനുണ്ട്. അലക്കാനുള്ള തുണിയൊക്കെ ബാസ്ക്കറ്റിലിട്ട് വെച്ചതാണ്. നമ്മൾ അമ്പുടുക്കും താഴെയിട്ട് അതന്നെ പണി. പിന്നെ എന്തേലൊക്കെ കാണിക്കട്ടെ നിങ്ങൾ ഇതിനാനോ അത് നിന്നു കേട്ടോ. അതിൻ്റെതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ ഒതുക്കിയിടാൻ വേണ്ടി അമ്പുടുക്കുട്ടൻ വെള്ളത്തിന് വേണ്ടി കരയാട്ടോ. അപ്പോൾ അമ്പൂടിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണം. ഇപ്പോൾ വെള്ളം കുടിക്കുകയും ചെയ്യും, വേറെ പാത്രത്തേക്ക് വെച്ച് അങ്ങനെ കളയുകയും ചെയ്യുന്നാലും വെള്ളം വേണം ആശാന് നന്നായിട്ട്. ഈ ചൂടും കൂടെ അല്ലേ വെള്ളം കുടിക്കണം, അത്രയും നല്ലതാട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനവിടെ ഫോണൊക്കെ ക്യാമറ ഓൺ ആക്കി വെച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണെങ്കിൽ നല്ലൊരു ചായ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ തുടങ്ങാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ 3 മുഖങ്ങളായിരിക്കും, അമ്മയും മക്കളും. എപ്പോഴും നിങ്ങൾ ഞാൻ മാത്രം പണിയെടുക്കുന്നതല്ലേ കാണാറുള്ളൂ. ഞാൻ മാത്രമല്ല കേട്ടോ, അമ്മ എടുക്കാറുണ്ട്. ഞാനിപ്പോൾ ക്ലാസ്സിനും പോകുന്നത് കൊണ്ട് ഇപ്പോൾ ആണെങ്കിലും സമയം ഒട്ടുമില്ല കേട്ടോ. നമ്മൾ രാവിലെ പോകും. രാവിലെ പോയി കഴിഞ്ഞാൽ 5 മണി 5:30 എത്താൻ. അപ്പോൾ ആ സമയം വരെ അമ്മയെ തന്നെ ആവും മാക്സിമം എടുക്കാറ്. ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ അമ്പുഡൂസ് എല്ലാം കഴിഞ്ഞ് സോപ്പും മേലായിരുന്നു പണി. അപ്പോൾ അതാ സോപ്പിലാട്ടോ പണി. പുതിയ സോപ്പായിരുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ തേങ്ങ ചിരവുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയൊന്ന് ഭയങ്കര കത്തിയടിക്കില്ല. എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒട്ടും അങ്ങനെ അറിയില്ല. അങ്ങനെ ഇപ്പോൾ സംസാരമൊക്കെ പൊതുവേ വളരെ കുറവാട്ടോ. അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് എൻഗേജ് ആയിരിക്കും. ഇന്നെന്തോ ഭയങ്കര ഹാപ്പിന്ന്. ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നതും കുട്ടികളെ കൂടെ അങ്ങനെ കളിക്കുന്നതും കുട്ടികളെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഓരോരോ കാര്യങ്ങളിലായിട്ട് അങ്ങനെ ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളും അടിച്ച് ഒന്നിനും സമയം കിട്ടാതെ നിൽക്കണ അങ്ങനെയൊക്കെ. അതാ നമ്മൾ വോയിസ് കൊടുക്കണ നേരത്തെ നമ്മൾ അമ്പൂടുക്കുട്ടൻ എന്താ അവിടെ കളിക്കുകയാണ്. ഇച്ചൂസ് സൈക്കിൾ ഓടിച്ച് കളിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ ഈ വീഡിയോ തന്നെ എന്തോ വീഡിയോ എടുത്തിടണം, ഇത്ര നേരം അല്ലെങ്കിലും ശരി എങ്ങനെയൊക്കെ ഒന്ന് ഇടണം എന്നുള്ള ഒരു ഇതിൽ തന്നെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ നമുക്ക് ഇടാൻ പറ്റില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അത് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഇടണം എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇച്ചൂസിന് ടാങ്ക് കലക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ആൾ പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ തന്നെ അവന് വെള്ളമൊക്കെ കലക്കി കൊടുത്ത് എപ്പോഴൊന്നുമില്ല കേട്ടോ, എപ്പോഴേലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളൂ. എപ്പോഴൊന്നും അതൊന്നും കലക്കി കൊടുത്ത് പിന്നെ വല്ല കപക്കെട്ടും പിടിച്ച് നമുക്ക് തന്നെ പണിയാവും. നമ്മൾ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് ഫ്രിഡ്ജിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാവും ഏറ്റവും നല്ല കേട്ടോ. ഇപ്പോൾ തേങ്ങ ചിരവി വയ്ക്കുക, ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ നന്നാക്കി വയ്ക്കുക, പിന്നെ ഉപ്പേരിയിലേക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ബാക്കി വർക്കിംഗ് ഡേയ്സിലൊക്കെ നല്ല സുഖമാകും. പിന്നെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ഒരുക്കിക്കുക. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമ്മളെ പണി എളുപ്പമാക്കാനും. പിന്നെ നമുക്കും ഭയങ്കര റിലീഫാണ്. കാരണം അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാൻ, രാവിലെ നല്ല സമാധാനമായിട്ട് ഉറങ്ങി നീച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് ചായ കുടിക്കാൻ പോവുക. എല്ലാവരും കൂടെ ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ കേട്ടോ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കുക ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഈ പുറത്തൊന്നും ഇരുന്നിട്ടാവും ഇതാക്കുക. കാരണം നല്ല ഇതല്ലേ, നല്ല കാറ്റും വെളിച്ചവും പിന്നെ അത്ര അലമ്പില്ലാത്ത ഒരു ഏരിയ കേട്ടോ. വണ്ടികളുടെ സൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല.
ഈ റബ്ബർ ഇപ്പോൾ ഈ ഇല കൊഴിയണ സീസണുണ്ട്, ഇലയൊക്കെ കൊഴിയണൊക്കെ കാണാൻ നല്ല രസമായിട്ടൊക്കെ അമ്മേനോട് ഓരോന്നും പറഞ്ഞ് മക്കളോട് ഓരോരോ കുശലവും പറഞ്ഞ് അങ്ങനെ ചായ കുടിക്കട്ടോ. പണ്ടൊന്നും ഇവിടെ ബേക്കറി കൊണ്ട് ഒട്ടും ചിലവാകൂല കേട്ടോ. ഇപ്പോൾ മക്കളായി കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കുറച്ചെങ്കിലുമൊക്കെ ചിലവാകാൻ തുടങ്ങുന്നത്. മറ്റേ വാങ്ങി വെച്ച ഒരാഴ്ച കഴിഞ്ഞാലും അതുപോലെ അങ്ങനെ ഇരിക്കും. വേറെ ഒന്നിനോടും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരെയും ഞാനും അനിയനും ഒക്കെ, അതുകൊണ്ട് പിന്നെ അതിനോടൊന്നും വലിയ ടച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മക്കളായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഏറെക്കുറെ അവരും കഴിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ നമ്മൾ ഒരുപാട് ബേക്കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കിയിട്ട് ഒരിടം വരെ പോയിട്ട് വേഗം വരെ. അപ്പോൾ നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളും പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ച അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ കൂടെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഒരിടം വരെ പോയി വേഗം വരാട്ടോ. വോയിസ് കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് കഴിച്ച പാത്രങ്ങൾ, ഇപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ 5ാമത്തെ വിവാഹ വാർഷികം അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല, എന്തോ മനസ്സനുവദിക്കുന്നില്ല കേട്ടോ. നല്ല ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ഏട്ടനടുത്തില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ആഘോഷിക്കാനൊന്നും ഉള്ളൊരു മൂഡിലൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നന്നായിട്ടൊന്ന് ആഘോഷിക്കണം, ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ. പക്ഷെ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം അടുത്ത് ഹസ്ബൻഡ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ കൂടെ വേണ്ടപ്പെട്ടവരില്ലാതെ ഇല്ലാതെ നിൽക്കുമ്പോഴുള്ളവർക്ക് മനസ്സിലാവും. എന്തായാലും നമ്മളെ ചേട്ടനിപ്പോൾ അടുത്തങ്ങ് വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കാം കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പോയിട്ട് വരണ്ടേ. പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കി നല്ല ശുണ്ടടി പണികളായിട്ട് പോയിട്ട് വരാം. തന്നെ മക്കളെയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കി ഒരുക്കി നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ തുടക്കിയ നമ്മനോട് ഞാൻ പറഞ്ഞ അടിച്ച് വാരിയതാണ്. പിന്നെ വെറുതെ ചൂലും കൊണ്ട് പുറകെ വന്ന കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് എല്ലാ ഇടവും തുടച്ചതാക്കി അമ്മ കുളിച്ച് വരുമ്പോഴേക്കും ഞാനും എല്ലാം തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ എടുത്ത് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി, പിന്നെ നമുക്ക് നാളെ എടുക്കാം. ഞാൻ ഈ ഡ്രസ്സായിട്ട് ഇട്ടത്. ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ കമൻറ്റ് ചെയ്യുക. എനിക്ക് ചേരുന്നുണ്ടോ എന്താ നിങ്ങൾ പറയാം. അപ്പോൾ എന്താ നമ്മളെല്ലാവരും കൂടെ കാറിലായിട്ട് പോയത്. ഞാനും അമ്മയും വല്യമ്മയും മക്കളും അനിയനൊക്കെ കൂടെ ആയിട്ടോ പോയത്. അപ്പോൾ അതാ നമ്മൾ വേറെ എങ്ങോട്ടും അല്ല പോയത്, നമ്മളിതാ നിലമ്പൂർ പാട്ടുത്സവത്തിന് വേണ്ടി പോയതാണ്, കാർണിവൽ കാണാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ അതാ നമ്മൾ അമ്പുടുകൂട്ടം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ വീർപ്പിച്ച് കെട്ടി നിൽക്കുക. അമ്പുടുവിന് അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിക്കുന്നൊരു സ്വഭാവമൊന്നുമില്ല. അവൾക്ക് എന്തോ ഭയങ്കര അടങ്ങാറുള്ള മാതിരി. പക്ഷെ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പക്ഷെ അവൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ ദിവസം. അത് മക്കൾ രണ്ടാളും ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, വേറെ ഒന്നിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതാ ബലൂണുകളും പിന്നെ ഈ ലൈറ്റ് കത്തുന്ന ബലൂണുകളും ഒക്കെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ മക്കൾസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നല്ല കോഴിക്കോടൻ ഹലുവയും മധുര പലഹാരങ്ങളും പൊരിയും മുറുക്കും ഒക്കെ ആയിട്ട് ഇതാ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ, മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ അതാ ഓരോരോ ടോയ്സും കാര്യങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇച്ചൂസ് കാറിൽ കയറി കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി, അവൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ അത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് അമ്പുടുക്കുട്ടൻ്റെ ഐസ്ക്രീം, അമ്പുട് പിന്നെ അമ്മേൻ്റെ കയ്യില്ല, എൻ്റെ അടുത്തേക്ക് വന്നതേ ഇല്ല. ഇടയ്ക്കെങ്ങാനൊന്ന് വന്നു, അതേപോലെ അവൻ അമ്മേൻ്റെ അടുത്തേക്ക് തന്നെ ചാടിപ്പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഊഞ്ഞാലും ഒക്കെ ആയിട്ട് പിന്നെ അത് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. കളിപ്പാട്ടും കാര്യങ്ങളൊന്നും വേണമെന്ന് പറഞ്ഞു ഒന്നുമില്ല, ഇതൊക്കെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് എഴുതി. വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, എന്താണെന്നറിയില്ല, അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അതല്ലാത്തതുകൊണ്ടാവും. അത് അമ്മയും വല്യമ്മയും ഒക്കെ നമ്മളെ മക്രോണിയില്ലേ പാസ്ത അത് കഴിക്കുമായിരുന്നു. പിന്നെ ഇത് നമ്മളൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വല്യമ്മയൊക്കെ. നമ്മൾ വീട്ടിലെത്തി ഓട്ടോറിക്ഷയ്ക്കായിട്ടോ തിരിച്ചു പോകുന്നത്. പിന്നെ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ച് നമ്മൾ അമ്പുടുകൂട്ടൻ ടേബിളിൻ്റെ മേലെ കയറിയിട്ട് കണ്ടോ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ചിരി കണ്ടോ. ഇത്ര നേരം കാർമേഘം മൂടിക്കെട്ടിയ ആകാശം പോലെ അങ്ങനെ നിൽക്കുന്നത്, ഇപ്പോൾ ഒന്ന് ചിരിക്കുന്നത്. കള്ളച്ചക്കൻ തന്നെയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വീട്ടിലാണ് തന്നെ ആൾ ഫുൾ ഹാപ്പിയാണ്, നല്ല എൻജോയ്മെൻ്റ് കേട്ടോ. രണ്ടാളും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ച് ഓടിക്കളിച്ച് അടികൂടി. അപ്പോൾ നമ്മൾ അമ്പുടുക്കുട്ടനെ പൊറോട്ട വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ഇതാക്കാൻ വേണ്ടി നാവിൽ വെറുതെ ഒന്ന് വെച്ചെടുത്ത് അപ്പോൾ തന്നെ എടുത്തു കേട്ടോ. നമ്മൾ കൊടുത്തില്ല, ചോറാണ് കൊടുത്തത്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. എനിക്കൊന്ന് വിശന്നിട്ട് സമയം നമ്മളൊരു 6 മണിയൊക്കെ ആയിട്ടാണ് പോയത്. വന്നപ്പോൾ തന്നെ 9 മണിയൊക്കെ നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് വിശന്നായിരുന്നു. അപ്പോൾ അവരവിടെ കളിക്കുക,
പിന്നെ നിച്ചുവിന് വാരി കൊടുത്തിട്ട് ഞാനും കഴിച്ചു. പിന്നെ ജിലേബി വാങ്ങിയിരുന്നു, അപ്പോൾ അത് അവർ രണ്ടാളും ഇരുന്ന് കഴിക്കുക കേട്ടോ. എൻ്റെ കഴിക്കൽ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരും. ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ഈശ്വര കഴിക്കുന്നതെന്ന്. ഞാൻ ഈ ഇച്ചുവിനെ അമ്പൂടൂനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോശമില്ലാത്തൊരു വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുപോലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചാനലും എവിടെയെങ്കിലൊക്കെ എത്തുന്നൊക്കെ ഒരു പ്രദേശം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എവിടെ പോയി കേട്ടോ. ഇനി നമ്മൾ ഗുഡ് നൈറ്റ് പറ. കിടക്കാം. ഗുഡ് നൈറ്റ് പറ. നമ്മളെ അമ്പുടുക്കുട്ടൻ ഞമ്മ തിന്നാട്ടോ. അമ്പുട് ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുത്തേ. ടാറ്റാ ടാറ്റാ. പറ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ് പറ. ലവ് യു. ഒരു കൊടുത്തേ. ടാറ്റാ. നമ്മളൊരു 10 മണിയായപ്പോൾ കയറി കടന്നു കേട്ടോ. പക്ഷെ ഉറങ്ങി വന്നപ്പോഴേക്കും 12 മണി കഴിഞ്ഞു കേട്ടോ. അത് അച്ഛന് തോളത്ത് കിടക്കണം എന്നും പറഞ്ഞിട്ട് ഞാൻ എന്താ തോളത്തെടുത്ത് കിടത്തിക്കുക. പിന്നെ അതാ രണ്ടാളെടുത്ത് ഭയങ്കര കളിയായിരുന്നു. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഒന്നിച്ചെടുത്ത് അവരെ കളിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. അത് ഉമ്മ കൊടുക്കലേ, നമ്മോട് ഉമ്മ തരിക. അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ച് കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അതൊക്കെ കഴിഞ്ഞ് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നും പറഞ്ഞ് പേടിപ്പിച്ച് കടത്തി വെക്കും. അതാണ് എൻ്റെ പരിപാടി. പക്ഷെ അങ്ങനെ അലമ്പില്ലാത്ത വഴക്കില്ലാത്ത മക്കളാട്ടോ. ഉറക്കം വന്നാൽ ഉറങ്ങിക്കോളും. നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാൻ വരില്ല. വിശന്ന് കഴിഞ്ഞാൽ ഫുഡ് കൊടുത്താൽ ഫുഡ് കഴിച്ചോളും. പക്ഷെ ഇച്ചു കഴിച്ചിട്ടാൻ കുറച്ച് പേടി. അമ്പൂടിന് പിന്നെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഉറക്കം വന്നാലും ആൾ അങ്ങനെ ഉറങ്ങിക്കോളും. പലരും ചോദിക്കുന്നതാണ് ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ മക്കളെ കാര്യം. നമ്മളെ അമ്പൂടുക്കുട്ടൻ അമ്മേൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ടോ. അത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിന് പോകുന്നത്. പിന്നെ തന്നെ ഞങ്ങളിവിടെ ഭയങ്കര കളി കേട്ടോ. ഞങ്ങൾ പ്രേതക്കളിയൊക്കെ കളിച്ച് അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ്. എനിക്കെന്താണെന്നറിയില്ല. പക്ഷേ ഏട്ടനടുത്തില്ല. അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും മക്കളും വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊന്നും ആവും ഞാൻ ഒരിക്കലും കരുതി. ഞാൻ ഭയങ്കര വിഷമിച്ച് തുടങ്ങിയൊരു ദിവസമായിരുന്നു. രാവിലെ അമ്പലത്തിൽ പോയി വീഡിയോ ഒക്കെ എടുക്കണം എന്ന് കരുതി. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ കരുതിയതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഫീലിംഗ് വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയൊരു ഫീലിംഗ് കേട്ടോ. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും.